എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ 80% പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ചിന്താഗതിയിലുള്ള, നമ്മുടെ ആറ്റിറ്റ്യൂഡിലുള്ള ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളെ സ്വയം ഇല്ലാതാക്കുന്നതാണ്. ആ സ്മോൾ ഷിഫ്റ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസ്യൂം പീപ്പിൾ ഹാവ് ഗുഡ് ഇൻറ്റൻഷൻസ്. ആൾക്കാർ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് എന്തെങ്കിലും കാര്യം ചെയ്യുന്നത്, ആരും നമ്മളെ ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. എപ്പോഴും മറ്റുള്ളവരെ സംശയത്തോടെ കാണുകയാണെങ്കിൽ അവൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്, അവൻ എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയാണ്, എനിക്കിട്ടൊരു പാര പണിയാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ ആളുകളുടെ പ്രവൃത്തികളെ കാണാതിരിക്കുക. എല്ലാവരും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് നമുക്ക് ഒരുപാട് ശാന്തി നൽകും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, ആരെങ്കിലും നമ്മളെ കരുതിക്കൂട്ടി ദ്രോഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരികയാണെങ്കിൽ മാത്രം അവരെ ആ രീതിയിൽ കാണുക. നമുക്ക് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായും എല്ലാവരും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്ന് തന്നെ വിശ്വസിക്കുക. ഇത് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ്. ആരെങ്കിലുമൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് ബാഡ് ഇൻറ്റൻഷനാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മനഃശാന്തി കുറയും. നമുക്ക് ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാവും. അവരുടെ ഓരോ നീക്കങ്ങളെയും നമ്മൾ സംശയത്തോടെ നോക്കാൻ തുടങ്ങും. ഇവൻ ഇതിന്ന് എന്ത് പാരയാണ് എനിക്ക് വെക്കാൻ പോകുന്നത് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരുപാട് അനാവശ്യമായ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും മനസ്സിലിങ്ങനെ ചിന്തിക്കുക, ആളുകൾക്ക് നല്ല ഇൻറ്റൻഷനാണുള്ളത്, ആരും നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ വിശ്വസിക്കുക. പിന്നെയുള്ളതാണ് അവോയ്ഡ് യൂസിങ് നെഗറ്റീവ് വേർഡ്സ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അയ്യോ എനിക്കത് ചെയ്യാൻ കഴിയില്ല കേട്ടോ, എനിക്കത് അറിയില്ല, എന്നെക്കൊണ്ടത് പറ്റില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കുക. കാരണം നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ ശ്രമിക്കും. അങ്ങനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതാണ് മനുഷ്യ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും എനിക്കറിയില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ശ്രമിക്കാം, ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞേക്കും, അതിനുവേണ്ടി ഞാൻ എൻ്റെ 100% തരും ആ കാര്യം ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിൽ എന്നെക്കൊണ്ട് ഇത് പറ്റും എന്ന് തന്നെ പറയാൻ ശ്രമിക്കുക. അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങളെ നേരിടാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായും അതിനുവേണ്ടി നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും, അതിനുവേണ്ടി തയ്യാറാവാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക. എന്നെക്കൊണ്ടത് സാധിക്കും, എനിക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങളെ സമീപിക്കുക. പിന്നെയുള്ളതാണ് സെലിബ്രേറ്റ് മോർ ഫ്രീക്വൻ്റ്ലി. എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം പങ്കിടാൻ വേണ്ടി, എന്തെങ്കിലും ആഘോഷിക്കാൻ വേണ്ടി, വലിയ വിജയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതിരിക്കുക. ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതൊക്കെ നമ്മുടെ മനസ്സിൽ സന്തോഷം നൽകും, നമുക്ക് ആത്മവിശ്വാസം കൂട്ടും, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ ആഘോഷിക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ളതാണ് തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ ടു ടേക്ക് ആക്ഷൻ എന്നുള്ള രീതിയിൽ കാണുക. എന്തെങ്കിലും നമുക്കൊരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അത് എൻ്റെ തോൽവിയാണ്, ഞാൻ തോറ്റു എന്ന രീതിയിൽ കാണുന്നതിന് പകരം ആ കാര്യം ചെയ്യാൻ ഞാൻ തോറ്റുപോയി, ആ കാര്യം എനിക്ക് സമയത്ത് ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തോറ്റുപോയി എന്നുള്ള രീതിയിൽ കാണുക. അപ്പോൾ അതൊരിക്കലും നമ്മുടെ തോൽവിയല്ല, മറിച്ച് നമ്മൾ ആ കാര്യം ആ സമയത്ത് ചെയ്യാൻ നമുക്ക് നേരെ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയുള്ള രീതിയിൽ കാണുക. ആ പ്രവൃത്തി തോറ്റുപോയി, ഇല്ലെങ്കിൽ ആ കാര്യം തോറ്റുപോയി എന്നുള്ള രീതിയിൽ കാണുക. അപ്പം നമുക്ക് ആ തോൽവിയെ മാനേജ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഞാൻ തോറ്റു, ഞാനെപ്പോഴും തോൽക്കുകയാണ്, എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നത്തെ കാണാതിരിക്കുക. പിന്നെയുള്ളതാണ് ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ഓൺ ഹേറ്റ്. ആളുകളെ വെറുക്കുമ്പോൾ, ആളുകളോട് ദേഷ്യം മനസ്സിലുണ്ടായിരിക്കുമ്പോൾ നമ്മൾ ആരെയാണ് വെറുക്കുന്നത് അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ മനഃശാന്തി ഇല്ലാതാവും. നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവാനുള്ള അവസ്ഥ, അങ്ങനെയുള്ള സാഹചര്യത്തിനെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ആളുകളോട് വെറുപ്പ് വെച്ച് നടക്കുമ്പോൾ, അവരോട് പകരം വീട്ടാനായി നടക്കുമ്പോൾ, പക മനസ്സിൽ വെച്ച് നടക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കുകയാണ്, നമ്മുടെ മനസ്സമാധാനമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് ക്ഷമിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെറുപ്പ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ പാരസൈറ്റാണ് എന്നാണ് പറയുക. നമ്മുടെ എനർജി ഇല്ലാതാക്കുന്ന, നമ്മുടെ ഊർജ്ജം ഇല്ലാതാക്കുന്ന ഒരു പാരസൈറ്റാണ് ഈ വെറുപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അത് നടക്കാതിരിക്കാൻ അതിനെതിരെ എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കുക, എന്നിട്ട് ആ കാര്യം ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിലായിരിക്കില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മളങ്ങ് വിട്ട് കളയുക. അതങ്ങ് അതിൻ്റേതായ രീതിയിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ വിട്ട് കളയുക. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ പകയും വെറുപ്പും വെച്ചുകൊണ്ടിരിക്കുക, നമുക്ക് അവരെ തിരുത്താൻ
തിരുത്താനോ അവരെ മാറ്റാനോ അല്ലെങ്കിൽ അവരോട് പകരം വീട്ടാനോ ഒന്നും നമുക്ക് കഴിയുന്നുണ്ടായിരിക്കില്ല. അപ്പം പിന്നെ വെറുതെ നമ്മുടെ മനസ്സിൻ്റെ ശാന്തി കളയുക എന്നല്ലാതെ വേറെ എന്താണ് ഇങ്ങനെ വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നീട് തന്നെ ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് സീരിയസ്ലി. ചിലർ ഭയങ്കര ഈഗോ ഒക്കെ വെച്ച് നടക്കുന്ന ആളുകളായിരിക്കും. അവനവനെ തന്നെ വലിയ എന്തൊരു സംഭവമായി കാണുന്ന ആളുകളായിരിക്കും. ഒരു പരിഹാസം നേരിടാൻ കഴിയില്ല. ഒരു തമാശയ്ക്ക് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും, അതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുകയും താൻ എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളൊക്കെ അവനവനോട് തന്നെ ഒരു ദ്രോഹം ചെയ്യുകയാണ്. നമുക്ക് നമ്മളെ പൊട്ടത്തരങ്ങളെ ഓർത്തിട്ട് ചിരിക്കാൻ കഴിയണം. നമുക്ക് നമ്മളോട് തന്നെ ചിരിക്കാൻ കഴിയണം. എങ്കിലേ മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോൾ നമുക്കതിനെ നേരിടാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ എന്തോ ഒരു ആകാശം ഇടിഞ്ഞു വീണത് പോലെയൊക്കെ ഉള്ളൊരു തോന്നലാണ് നമുക്കുണ്ടാവുക. ആരെങ്കിലുമൊക്കെ നമ്മളെ കളിയാക്കി കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ, അബദ്ധങ്ങൾ സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്, അത് ആർക്കും സംഭവിക്കാം എന്നുള്ള രീതിയിലേക്ക് ലഘുവായി കാര്യങ്ങളെ നേരിടാൻ ശ്രമിക്കുക. അത് ഞാനെന്തോ വലിയ സംഭവമാണ്, എനിക്ക് അബദ്ധങ്ങൾ സംഭവിക്കില്ല, ആളുകൾ എന്നെ കളിയാക്കി ചിരിക്കുന്നത് സഹിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ അതിനൊക്കെ വലിയ സംഭവമാക്കി എടുക്കാതിരിക്കുക. നമ്മളൊരു സാധാരണ മനുഷ്യനാണ്. നമ്മുടെ വിഡ്ഢിത്തങ്ങളെ ഓർത്ത് നമുക്ക് തന്നെ ചിരിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ഈസിയായി പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒരു വലിയ സംഭവമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനെ ഒരിക്കലും ഒരു ഈസി ഗോയിങ് ആക്കി മാറ്റില്ല. പിന്നീടാണ് ഡോണ്ട് ട്രൈ ടു വിൻ എവറി ആർഗ്യുമെൻറ്റ്. എല്ലാ വാദപ്രതിവാദങ്ങളും വാദിച്ച് ജയിക്കാനൊന്നും ശ്രമിക്കരുത്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവരോട് വാദിച്ച് ജയിക്കാൻ ഭയങ്കര പാടായിരിക്കും അവർക്ക്. കാരണം അവർ എന്ത് പൊട്ടത്തരാണ് വിശ്വസിച്ചിരിക്കുന്നത് വെച്ചാലും അവരത് തന്നെ പിടിച്ചു നിൽക്കും. അത് മാറ്റാൻ അവർക്ക് ഇഷ്ടമില്ല. അത് തെറ്റാണെന്ന് അവർക്ക് തന്നെ തോന്നിയാലും അത് അവരുടെ ഈഗോ സമ്മതിക്കില്ല അത് തെറ്റാണെന്ന് സമ്മതിച്ചു തരാം. അങ്ങനെയുള്ള ആളുകളോട് ആർഗ്യൂ ചെയ്ത് നമ്മുടെ എനർജി വേസ്റ്റ് ആവുകയാണ് ചെയ്യുക. ചില ആളുകളെ ഡീൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവർ പറയുന്നത് അത് ശരിയാട്ടോ എന്നുള്ള ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അവരങ്ങ് അടങ്ങിക്കോളും. പിന്നെ നമ്മൾ മണിക്കൂറുകളോളം വാദിച്ച് നമ്മുടെ എനർജി, നമ്മുടെ ടോണ്, ആ ബന്ധം തകരുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ പോകേണ്ട യാതൊരു ആവശ്യമില്ല. ആളുകളെ മനസ്സിലാക്കുക. ചിലരെയൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും, അവർ പറയുന്നത് തെറ്റാണെന്ന് തിരുത്താൻ കഴിയും. പക്ഷെ ചില ആളുകളെ അവർ പറയുന്നത് അതും ശരിയാണ്, നിങ്ങൾ കണ്ണെന്ന് നോക്കുമ്പോൾ അത് ഓക്കെയാണ് എന്നുള്ള രീതിയിൽ ചെറിയ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ അവരങ്ങ് അടങ്ങിക്കോളും. അങ്ങനെ ആളുകളെ ഡീൽ ചെയ്യാൻ പഠിക്കുക. അപ്പുറത്തുള്ള ആൾ എങ്ങനെയാണ് അയാളതിനെ ഒതുക്കാൻ പറ്റുക എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറരുത്. ചിലരോട് വാദിച്ച് നമുക്ക് ജയിക്കാൻ പറ്റിയേക്കും, അത് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരോടും വാദിച്ച് ജയിക്കാൻ ശ്രമിക്കരുത്. ചില ആർഗ്യുമെൻറ്റ്സൊക്കെ വിട്ടുകൊടുക്കുക. അവരുടെ ബുദ്ധി നിലവാരം അത്രയേ ഉള്ളൂ. അവരുടെ തെറ്റ് തിരുത്താൻ അവരൊരിക്കലും തയ്യാറാവില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വിട്ട് കളയുക. അവരോട് വാദിച്ച് ജയിക്കാൻ പോവാതിരിക്കുക.